നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണത്തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തെരുവോര കച്ചവടക്കാരെ നീക്കി പകരം സംവിധാനമൊരുക്കിയത് സ്റ്റേഡിയം പരിസരത്ത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും ആർദ്രതയുടേതുമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അധികാരത്തെ ജനസേവനമാക്കി മാറ്റുകയാണ് രാഷ്ട്രീയത്തിന്റെ മഹത്തായ അർത്ഥമെന്നും മുനവർ അലി. കുന്നോത്തുപറം LP സ്കൂൾ വിദ്യാർത്ഥികൾ അഭിനയിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. അഭിനയിച്ചത് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള 24ഓളം വിദ്യാർത്ഥികൾ. തലശ്ശേരിയിലെ തൊഴിൽ തട്ടിപ്പിലും ആത്മഹത്യാ പ്രേരണ കേസിലും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് ഡിവൈഎഫ്ഐ. പ്രതിഷേധ മാർച്ചുമായി ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. ഓണത്തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തെരുവോര കച്ചവടക്കാരെ പകരം സംവിധാനമൊരുക്കി സ്റ്റേഡിയം പരിസരത്തേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം തന്നെ ഇവരോട് മാറാൻ പറഞ്ഞിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കാതായതോടെ എല്ലാവരെയും ഒഴിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ തന്നെ ഗുഡ്സ് ഓട്ടോകളുമായി നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജീവനക്കാരും സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതോടെ പഴയ ബസ് സ്റ്റാൻഡിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. പ്രതിഷേധങ്ങളൊന്നും ഫലിക്കാതായതോടെ തെരുവോര വ്യാപാരികൾ പിന്മാറി. ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് തമ്പടിച്ച മറുനാടൻ തെരുവ് കച്ചവടക്കാരുടെ വസ്ത്രവിൽപ്പന അനിശ്ചിതത്വത്തിലായിരുന്നു. പലവട്ടം കൂടിയാലോചന നടത്തിയിട്ടും തിരക്ക് ഒഴിവാക്കാൻ തെരുവോര വിപണി മാറ്റിയേ തീരുവെന്നായിരുന്നു നഗരസഭ അധികാരികളുടെ നിലപാട്. ദിവസങ്ങൾക്ക് മുൻപേ കർണാടക UP ഭാഗങ്ങളിൽ നിന്നെത്തി ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന് കിഴക്കുവശം താൽക്കാലിക സ്റ്റാളൊരുക്കി കച്ചവടം തുടങ്ങാനിരിക്കെയാണ് നഗരസഭാധികാരികൾ കച്ചവട വിലക്കുമായി എത്തിയിരുന്നത്. ഇതോടെ വസ്ത്രങ്ങൾ സ്റ്റാളുകളിൽ തന്നെ മടക്കിക്കെട്ടി മറുനാട്ടുകാർ പരിസരത്ത് കാവലിരിക്കുകയായിരുന്നു. ചില ദിവസങ്ങളിൽ വൈകുന്നേരം മാത്രം കെട്ടഴിച്ച് പ്രദർശിപ്പിച്ച് കച്ചവടം നടത്തി. ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്ഥിരം കച്ചവടക്കാരുടെ നിലപാടും തെരുവ് കച്ചവടക്കാർക്ക് എതിരായിരുന്നു. വലിയ തുക മാസവാടകയും നൽകി കച്ചവടം ചെയ്യുന്നവർക്ക് സീസൺ കച്ചവടക്കാരുടെ വിലപേശി വിൽപ്പന കാരണം ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ ഒട്ടും കച്ചവടം കിട്ടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നഗരസഭയും വിഷയത്തിൽ ഇടപെട്ടത്. അവിടെ ആറ് ആൾക്കാർ കയറില്ല സ്റ്റേഡിയം അവിടെ ഞങ്ങളുടെ കച്ചവടം നടക്കുക ഇവിടെ നടക്കൂ. ഇപ്പോൾ കുറഞ്ഞ 4-5 ദിവസമായിട്ട് അവിടെ യാറ് വരും കച്ചവടത്തിന് യാറ് അറിയില്ല ആൾക്ക്. ഇവിടെ ഞങ്ങളുടെ ചെറിയ പൈസക്ക് സാധനം കൊടുക്കും 200 രൂപ 300 രൂപയ്ക്ക്. പിന്നെ ഈ പീഡിയ കാർഡ് എല്ലാം ആ വിലയ്ക്ക് കൊടുക്കുമോ? എല്ലാ വില 500 രൂപ 6 രൂപയുടെ സാധനം കൊടുക്കും. ഞങ്ങൾ 200-300 രൂപയ്ക്ക് സാധനം കൊടുക്കുകയാണെങ്കിൽ ഇത്ര ആളെല്ലാം ഇവിടെ കയറും. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ യാറ് ആൾ ഈ കടയ്ക്ക് യാർക്ക് ആൾ കയറില്ല. ഞങ്ങൾ ഇന്ത്യയാണെങ്കിൽ ഇത്ര കൂട്ടം എല്ലാം വരും. ഞങ്ങൾ 10 ദിവസമായി നമുക്ക് പ്രശ്നങ്ങൾക്ക് കാശില്ല, റൂമുക്ക് വാടകയില്ല, ഒന്നില്ല. ഞങ്ങൾ എന്താക്കണം നിങ്ങൾ പറയാം. നിങ്ങൾ മൈസൂരിൽ പറഞ്ഞിട്ടുണ്ട് സർ, 50 പേർ പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റ് ആക്കി പറഞ്ഞ ഇവിടെ സ്ഥലം കൊടുത്തല്ലേ ഒരു ബിസിനസ് ആയിട്ട് 5 നാളുണ്ട്. പിന്നെ നാട്ടിൽ പോകും സർ. പിന്നെ നെക്സ്റ്റ് കൊണ്ടല്ലേ നിങ്ങൾ ഇത് യഥാ തീരുമാനം കൊടുത്താലോ അതൊക്കെ ചെയ്യും സർ. ഇതിനിടെ തെരുവോര വസ്ത്ര കച്ചവടക്കാർക്ക് പകരം സൗകര്യം നൽകിയ സ്റ്റേഡിയം പരിസരത്തെ താൽക്കാലിക സ്റ്റാളുകളുടെ പരിസരത്ത് മഴവെള്ളവും ചെളിയും കെട്ടിനിൽക്കുന്നത് ഇവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും ആർദ്രതയുടേതുമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അധികാരത്തെ ജനസേവനമാക്കി മാറ്റുകയാണ് രാഷ്ട്രീയത്തിന്റെ മഹത്തായ അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു. കോടിയേരിയിൽ മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച NAM സൗദം 30ാം വാർഷികാഘോഷ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും ആർദ്രതയുടേതുമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അധികാരത്തെ ജനസേവനമാക്കി മാറ്റുകയാണ് രാഷ്ട്രീയത്തിന്റെ മഹത്തായ അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു. കോടിയേരിയിൽ മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച NAM സൗദം 30ാം വാർഷികാഘോഷ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൊടിയിലും ചിഹ്നത്തിലും മാത്രം എഴുതപ്പെടുന്നതല്ലെന്നും മനുഷ്യരുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രതീക്ഷയെ മാറുന്നു എന്നതിലാണെന്നും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും ആർദ്രതയുടേതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരത്തെ ജനസേവനമാക്കി മാറ്റുക എന്നതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മഹത്തായ അർത്ഥം. മുസ്ലിം ലീഗിന്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോടിയേരി മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന NAM സൗദം 30ാം വാർഷികാഘോഷ സമാപന സംഗമം മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് K ഖാലിദ് മാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ TP ജിഹാൻ, CK മുഹമ്മദ് അലി, PV റൈസ, റൗദാദ് മൂഴിക്കര, ഷാനിദ് മേക്കുന്ന, K കുഞ്ഞിമൂസ, സിദ്ദിഖ് പാറാൽ തുടങ്ങിയവർ സംസാരിച്ചു.
വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൌജന്യ നേത്ര മെഡിക്കൽ ക്യാമ്പ് പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം തലശ്ശേരി നഗരസഭാ അംഗം TV റാഷിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CK ലത്തീഫ് മാസ്റ്റർ, നൌഫൽ TP, റഫീഖ് കുനിയിൽ, നിഷാദ് കോടിയേരി, അസ്ലം പെരിങ്ങാടി, KP റഷീദ, തഫ്ലീം മാണിയാട്ട, അഹമ്മദ് അൻവർ ചെറുവക്കര, റഹ്മാൻ തലായി, AK സക്കരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകൻ ഗഫൂർ കുറ്റ്യാടിയും സംഘവും നയിച്ച ഇശൽ നിലാവ് സംഗീത പരിപാടിയും അരങ്ങേറി. സേവന പ്രവർത്തനങ്ങളും കുടുംബസംഗമവും കലാപരിപാടികളും നിറഞ്ഞതായിരുന്നു കോടിയേരി മേഖല മുസ്ലിം ലീഗ് വാർഷികാഘോഷത്തിന്റെ സമാപനം. കുന്നോത്തുപറമ്പ് LP സ്കൂൾ വിദ്യാർത്ഥികൾ അഭിനയിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള 24ഓളം വിദ്യാർത്ഥികളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. நாளை இந்த நேரத்தில் நாங்கள் பஹல்காமில் இருப்போம். காஷ்மீரை பார்ப்பது என் கனவாக இருந்தது. உங்கள் கனவு நாளை நிறைவேறும். நான் ரீஸ் நிறைய பார்ப்பேன். நாளை காஷ்மீரை நேரில் பார்க்கலாம். സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൂത്തുപറമ്പ് MLA PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനതയെ നടുക്കിയ 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണം പശ്ചാത്തലമാക്കി കുന്നോത്തുപറമ്പ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ അധ്യാപകർ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിൽ പവി കോയിയോട് സംഗീതവും KT രമേശ് ക്യാമറയും ഷിജിൻ പ്രകാശ് മിക്സിംഗും കൈകാര്യം ചെയ്തു. पहलगाम हिंदुस्तान का दिल है, हम उसे अटैक करेंगे। हम सबके मन में डर पैदा करना है. कल हमारा मिशन है. തലശ്ശേരിയിലെ തൊഴിൽ തട്ടിപ്പിലും ആത്മഹത്യാ പ്രേരണ കേസിലും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കണം. DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തൊഴിൽ തട്ടിപ്പും ആത്മഹത്യാ പ്രേരണയും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് S. ദർശനും BJP നേതാവ് രതീശനും നടത്തിയ തൊഴിൽ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. സനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പണം മുടക്കിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിനകത്ത് വരികയാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വലിയ രീതിയിലേക്കുള്ള അനൈക്യം ഈ ഘട്ടത്തിനകത്ത് കടന്നു വരികയും പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന രതീശൻ എന്ന് പറയുന്നവർ ഈ BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാം തന്നെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലോബിയുടെ ഭാഗമായിട്ട് മരണത്തിലേക്ക് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം നമുക്കെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒട്ടനവധി പേരുണ്ട്. ഈ പറയുന്ന രതീശനിൽ മാത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കേസല്ല. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
കേരളത്തിനകത്ത് അധികാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ നാടിനകത്തുള്ള യുവജനങ്ങളെല്ലാം തന്നെ വഞ്ചിക്കുന്ന സമീപനം ഈ നാടിനകത്തുള്ള സർക്കാരെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഈ നാടിനകത്ത് മറ്റൊരു തട്ടിപ്പ് നമ്മളെല്ലാം തന്നെ കണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വായ് ബന്ധങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇനി ഒരു രതീശൻ മാത്രമല്ല, ഈ നാടിനകത്ത് വഞ്ചിക്കപ്പെട്ട ഈ നാടിനകത്തുള്ള ഒട്ടനവധി നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ ഈ നാടിനകത്ത് കാണേണ്ടതുണ്ട് എന്നുള്ളതും ഇത്തരത്തിൽ തട്ടിപ്പുകളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാടിനകത്തുള്ള പോലീസ് ഉൾപ്പെടെയെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ SK അർജുൻ, ഫിദ പ്രദീപ, ശരത് രവീന്ദ്രൻ, ബ്ലോക്ക് ട്രഷറർ K മർഫാൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PV സച്ചിൻ സ്വാഗതം പറഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത ആഘോഷ പരിപാടികൾ ആവേശവും സൗഹൃദവും നിറഞ്ഞതായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധതരം ഓണക്കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. പരമ്പരാഗത ഓണക്കളികളിൽ ആവേശത്തോടെ പങ്കെടുത്ത അംഗങ്ങളും ജീവനക്കാരും ആഘോഷത്തിന് മാറ്റുകൂട്ടി. തുടർന്ന് വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി. ഓണത്തിന്റെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത, വൈസ് പ്രസിഡന്റ് N സുധീഷ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ TD തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ജനപ്രതിനിധികളും ജീവനക്കാരും ഒരുമിച്ചിരുന്ന് ഓണസദ്യയിൽ പങ്കെടുത്തത് സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും മനോഹര അനുഭവമായി. ഓണത്തിന്റെ പാരമ്പര്യവും സന്തോഷവും പങ്കുവെച്ച് സംഘടിപ്പിച്ച പരിപാടി ഏവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ആഘോഷമായി മാറി. പുന്നോൽ കുറിച്ചിയിലെ PHED ശുദ്ധജല വിതരണ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് CPM ന്യൂമാഹി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി തലശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. തലശ്ശേരി ചിറക്കര വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയാണ് ഉപരോധ സമരം നടത്തിയത്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ 1-14 വാർഡുകളിലെ 96 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമായി തടസ്സമില്ലാതെ കുടിവെള്ള വിതരണം നടത്തിയിരുന്ന കുറിച്ചിയിൽ PHED ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി കേരള വാട്ടർ അതോറിറ്റി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ സ്വന്തം ഒരു പ്രൊജക്റ്റായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് മാറ്റി പകരം വാട്ടർ അതോറിറ്റി അഞ്ചരക്കണ്ടി സോഴ്സ് ഉപയോഗിച്ച ടാങ്ക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ആ ടാങ്ക് ഉൾപ്പെടെ പ്രത്യേക പദ്ധതി ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന അഞ്ചരക്കണ്ടി വെള്ളം ആഴ്ചയിൽ എത്ര തവണ മുടങ്ങിപ്പോകുന്നുണ്ട് എന്ന് നമുക്ക് നേരിട്ട് അറിയില്ല. അപ്പോൾ അവർക്ക് ഇതുവരെ ഒരു ദിവസം പോലും വെള്ളം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ ഉൾപ്പെടെ കൃത്യമായി വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി ഒഴിവാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി പുതിയ സർക്കാരിൻ്റെ ഭാഗമായി ചെലവ് ചുരുക്കൽ നടപ്പിലാക്കുകയാണ്. ചെലവ് ചുരുക്കൽ ആദ്യം നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ സ്വതന്ത്ര പദ്ധതികൾ നിർത്തലാക്കിക്കൊണ്ട് എല്ലാ ഏകീകൃത പദ്ധതികളിലേക്ക് പോവുകയാണ്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, CPN ന്യൂമാഹി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CK പ്രകാശൻ, PP രഞ്ജിത്ത്, SK വിജയൻ, ശരത് രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഷർമിരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ലാഭകരമല്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കുക എന്ന സംസ്ഥാന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ്
പദ്ധതി ഉപേക്ഷിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ 1-14 വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂർ PHED വാട്ടർ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കടംകുറിച്ചിയിൽ 1958 ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. തുടർന്ന് ഇതുവരെയായി 10 കുടുംബങ്ങൾക്ക് ആരംഭിച്ചതാണെങ്കിലും ഇന്ന് 96ഓളം കുടുംബങ്ങൾക്ക് ഈ കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത് നിർത്തിക്കൊണ്ട് പുതിയൊരു പദ്ധതിയിലേക്ക്, അതായത് PWDയുടെ KWDയുടെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഇത് നിർത്തലാക്കിയെന്നാണ് നമ്മൾക്ക് വേണ്ടി അറിയാൻ കഴിഞ്ഞത്. ഈ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് CPI ന്യൂമാഹി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു തുടർ സമരം എന്നുള്ള രീതിയിൽ അതിശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്നാണ്, ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ
ബെഡ്റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണക്കളികളും നടന്നു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ വി സാത്തി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ ഈ ഓണാഘോഷം ഏറ്റവും സുന്ദരമായ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സുഖത്തിലും ദുഃഖത്തിലും എല്ലാവരും പങ്കുചേരുക എന്നതാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ ജീവിതത്തിനകത്ത് ഒട്ടനവധി പ്രയാസങ്ങളും അതുപോലെ ഒട്ടനവധി നേട്ടങ്ങളും സന്തോഷങ്ങളെല്ലാം ഉണ്ടെങ്കിലും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത് നമ്മളെല്ലാവരും സന്തോഷിച്ച് ഒന്നിച്ച് കഴിയുക എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത എന്നുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. നേരത്തെ ഞങ്ങളൊരു മഹിളാ സംഘടനയുടെ ഭാഗമായി ഇവിടെ ഒരു വർഷം നമ്മൾ ഓണക്കോടി വിതരണം ചെയ്തിരുന്നു. അന്ന് ഞാൻ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർമാരെല്ലാം നിരന്തരമായി നമ്മുടെ ഈ സ്ഥാപനത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സ്ഥാപനത്തിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർ എല്ലാ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ നഗരസഭയുടെ ഭാഗമായി നാമും പങ്കുചേരുന്നുണ്ട്. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV സ്മിത അധ്യക്ഷത വഹിച്ചു. ഓണക്കോടി വിതരണവും ഓണസദ്യയും ഉണ്ടായി. അടുത്തതായി ശ്യാമള, അടുത്തത് ആദി, നാട്ടുകാരിയല്ല, കയ്യേറ്റലും അവർ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ണൂർ CWC ചെയർമാൻ അഡ്വക്കേറ്റ് ഹംസക്കുട്ടി, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ധേന ഭരതൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം VN സുകുമാരൻ, വനിതാ സംരക്ഷണ ഓഫീസർ P സുലജ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം TC അബ്ദുൽ കിലാബ്, സ്പോൺസർ നൌഫൽ ഷബിസ്ഥാൻ, വാർഡ് കൗൺസിലർ വത്സൻ കാന്തലോട്ട്, ഗവൺമെന്റ് മഹിളാ മന്ദിരം സൂപ്രണ്ട് M ഷീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്മിന്റെ തുണ്ടാണ് കണ്ടതയ്യ, തകരത്തുണ്ടാണ് കണ്ടതയ്യ. നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്. ജ്യോതിരവാണി
कुछ भी नहीं, मेरी कहानी है, एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, मेरी कहानी। കരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. പി കെ പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് പ്രത്യേകമായ വിഹിതങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോരോ വീടുകളിലും പ്രത്യേകിച്ച് കർഷകർക്കും കൃഷിക്കാർക്കും വേണ്ടി വ്യത്യസ്ത സബ്സിഡിയോടുകൂടിയും പിന്തുണയാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സമിതികൾ നടത്തുന്നത്. വിത്തുകൾ കൊടുക്കുന്നു, ഫലവൃക്ഷ തൈകൾ, നടീൽ വസ്തുക്കൾ, വളങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കാനുള്ള പ്രധാന കാരണം സ്വയം പര്യാപ്തത നേടുക, കേരള സംസ്ഥാനം ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. പക്ഷെ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം, ഈ കൊടുക്കുന്ന വസ്തുക്കൾ കൃത്യമായ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ നടത്തേണ്ടതാണ്. പല വീടുകളും ഇതിൽ കൃഷിയോട് താല്പര്യമുള്ളവരെ അത് സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. പക്ഷെ മറ്റു ചിലർ അത് കൊടുത്തതുപോലെ തന്നെ വീടുകൾ വെച്ച് ഒന്നും ചെയ്യാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നു. ഇത് കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ സ്വയം പര്യാപ്തത കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ TM ബാബുരാജ്, കൗൺസിലർമാരായ ഉമേസ തിരുവമ്പാടി, സുഹൈൽ മേക്കുന്ന്, KC ഹസീന, CM ഗീത, കൃഷി ഓഫീസർ PV ഫൗസിയ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. വിജയൻ TP, കണ്ണവം ഹിദായയുടെ ഹിദായ മീം 5 വെള്ളി ശനി തീയതികളിൽ കണ്ണവം CM നഗറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വെളുമ്പത്ത് മഖാം മുഹമ്മദ് മുസ്ലിയാർ മഖാം സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. ഹിദായ ഉപാധ്യക്ഷൻ അബൂബക്കർ മുസ്ലിയാർ ചിറ്റാരിപ്പറമ്പ് സിയാറത്തിന് നേതൃത്വം നൽകും. 4:30 സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സക്കാഫി മെരുവമ്പായി ഉദ്ഘാടനം ചെയ്യും. ഒരുപക്ഷെ ഉത്തരം മലബാറിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഹിദായ. പേര് പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ ജാതി മതത്തിനതീതമായിക്കൊണ്ട് എല്ലാ ദിവസവും പാവപ്പെട്ടവർക്ക് മരുന്ന്, അതുപോലെ രോഗികളും അശ്രൂപരായ ആളുകൾക്ക് വീട്, വാട്ടർ ബെഡ്, കട്ടിൽ തുടങ്ങി ഒരുപാട് സ്വാതന്ത്ര്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹിദായ. വിപുലമായ മീലാദ് പരിപാടികളാണ് ഹിദായ സംഘടിപ്പിക്കാറുള്ളത്. ഈ വർഷത്തെ പരിപാടി 21-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ വളവട്ടണം പതാക ഉയർത്തുന്നതോടുകൂടി തുടക്കമാകും. ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം സിയാറത്തോടുകൂടി ശേഷം ഉദ്ഘാടന സമ്മേളനം നടന്നു. സാഹസംഘം ചെയർമാൻ ഇബ്രാഹിം ഹാജി കോളയാടിന്റെ അധ്യക്ഷതയിൽ SYSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സക്കാഫി മെരുവായി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാത്രി ഹിദായ ദഅവ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കും. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഹിദായ വെക്കേഷൻ മദ്രസ തിബിയാൻ വിദ്യാർത്ഥികളുടെ
കലാ മത്സരങ്ങൾ അരങ്ങേറും. ഇബ്രാഹിം മാസ്റ്റർ കണ്ണവം അധ്യക്ഷത വഹിക്കും. സാദിഖ് അദനി കാമിൽ സക്കാഫി മുഖ്യപ്രഭാഷണം നടത്തും. രാത്രി 7 മുതൽ ഹിദായ ദവ വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരങ്ങൾ ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വെക്കേഷൻ മദ്രസ തിബിയാൻ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അഖില കേരള മദ്ഹ് ഗാന മത്സരവും SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കലും PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്യും. ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാപ്രതിഭകൾ മാറ്റിരിക്കുന്ന ഇശൽ വിരുന്ന് നടക്കും. SMK അഷ്റഫ് വിജയികൾക്ക് അനുമോദനം അറിയിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം ഹാജി കോളയാട്, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ കണ്ണവം, ട്രഷറർ ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പ്, കൺവീനർമാരായ TK സലാം, TTS അബ്ബാസ് ഹാജി എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി BEMB ഹാർട്ട് ബീറ്റ്സ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച 3ാമത് ലക്കി ഡ്രോ മത്സരവും വർണ്ണാഭമായ ഗാനമേളയും നടന്നു. ഗുണ്ടർട്ട് പാർക്ക് ശുചീകരണവും നടത്തി. നിഷ പ്രസയിൽ ആദ്യ നറുക്കെടുപ്പ് നടത്തി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, സെക്രട്ടറി നൌഫൽ കൊറോത്ത്, ജോയിന്റ് സെക്രട്ടറി അജയൻ, ശ്രീപാൽ, പ്രസിൽ കുമാർ എന്നിവർ നറുക്കെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. മത്സരത്തിൽ അനിൽ പുഴക്കൽ 1ാം സ്ഥാനവും റോഷൻ പ്രസീൽ 2ാം സ്ഥാനവും NV ഷാജർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സമ്മാനാർഹനായ അനിൽ പുഴക്കലിന്റെ അഭാവത്തിൽ നിഷ പ്രസീൽ ജോയിന്റ് സെക്രട്ടറി അജയനിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി. ശുചീകരണ പ്രവർത്തനത്തിൽ മാതൃകയായ അക്ഷ്യത്തിന് സമ്മാനം നൽകി. തുടർന്ന് കണ്ണൂർ സാജിദിന്റെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറി. പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹിപ്പള്ളിക്ക് മുൻവശം വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ചെന്നൈ ഷോപ്പിംഗ് മാഹിപ്പള്ളിക്ക് മുൻവശം വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ.
അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം, ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. DCC ജനറൽ സെക്രട്ടറി രാജീവ് പാനുണ്ട ഉദ്ഘാടനം ചെയ്തു. അത് ആ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ചില രോഗങ്ങളെ നമുക്ക് തടുത്തു നിർത്താനും കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയെ സംബന്ധിച്ച് എന്തെല്ലാം പ്രതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് എനിക്കറിയാം. എൻ്റെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു വെളിച്ചെണ്ണ നിർമ്മാതാവ്, ആ വെളിച്ചെണ്ണ നിർമ്മാതാവ്, ആളെ പേരൊന്നും പറയുന്നില്ല, കമ്പനിയുടെ പേര് പറയുന്നില്ല, അവര് കോയമ്പത്തൂരിൽ നിന്നടക്കം മറ്റ് എണ്ണ കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിലുള്ള വെളിച്ചെണ്ണയല്ല കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ തെങ്ങ് കൃഷിയുള്ള ആളുകൾ, ആ തെങ്ങ് കൃഷിയുള്ള ആളുകൾ നമുക്ക് ഈ പറയുന്ന കൊപ്രയ ആട്ടിയെടുത്തിട്ട് നമുക്കൊരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ 7 മാസത്തേക്കോ ഒക്കെയുള്ള വെളിച്ചെണ്ണ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഈ കഴിഞ്ഞ വർഷം അത് പ്രയോഗിച്ച ആളാണ്. അതായത് ഒരു 15 ലിറ്ററിന്റെ ക്യാനിൽ ഈ സാധനം കൊണ്ടുപോയിട്ട് അതിന് എന്നോട് പറഞ്ഞു, നാട്ടില് ഈ പറയുന്ന ആട്ടുന്ന തന്നെ ഉണ്ട്, ഇലക്ട്രിക്കിന്റെ തന്നെ ആട്ടുന്ന സാധനം, ആട്ടുന്നതിൽ നിന്ന് കൊണ്ടുവന്ന് അത് പിന്നെ 2-3 ദിവസങ്ങൾ, ഒരു 7 ദിവസത്തോളം വെയിലത്ത് വെച്ച് അത് ഊറി വരുമ്പോൾ അതിൽ നിന്നുള്ളത് എടുത്ത് കരട് ഒഴിവാക്കി എന്നിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടുപോയിട്ട് ക്യാനിൽ വെച്ച് ആ ക്യാനിലുള്ള വെളിച്ചെണ്ണ ഒരു 3-4 ഈ കുരുമുളക് കൂടി ഇട്ട് അതൊന്നും ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ, പച്ചക്കറി നമുക്കറിയാം, വീടിന്റെ മുറ്റത്ത് ചേർന്നുള്ള ചെറിയൊരു സ്ഥലത്ത് നമുക്ക് പച്ചക്കറി കൃഷി നടത്താം. മണ്ഡലം പ്രസിഡന്റ് PU സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി MV സതീശൻ, K ശിവദാസൻ, P ഇമ്രാൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹൻദാസ് മൂഴിക്കര, BK പ്രസീത എന്നീ കർഷകരെ ഉപഹാരം നൽകി ആദരിച്ചു. തച്ചോളി അനിൽ സ്വാഗതവും P അശോക് കുമാർ നന്ദിയും പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടത്തി. വങ്ങണച്ചാലിൽ കുണ്ടാഞ്ചേരി സ്മാരക ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. തലശ്ശേരി MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. അരിയും പച്ചക്കറിയും വന്നില്ലെങ്കിൽ മലയാളിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. നേരത്തെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പറമ്പും വയലുകളും തൊടികളെല്ലാം പച്ചക്കറികൾ കൊണ്ടും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അത് വീണ്ടെടുക്കാനുള്ള വലിയ പുരാണങ്ങളിലൊക്കെ ഭഗീരഥന്റെ യജ്ഞത്തെ കുറിച്ച് പറയുന്നു. അതുപോലുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളം ഏർപ്പെട്ടിട്ടുള്ളതെങ്കിലും നമ്മൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ നെൽവയലുകളെ എങ്ങനെ തിരിച്ചു പിടിക്കാം, അവിടെ എങ്ങനെ കതിരുകൾ ഉണ്ടാക്കിയെടുക്കാം, എന്തിനാ അധികം പറയണം. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ അദ്ദേഹം ആദരിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്യത്ത് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ TK കാവ്യ, തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MR രമ്യാബായ് എന്നിവർ പദ്ധതി വിശദീകരിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C സഫീറ,
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജനാർദ്ദനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ടിൻ ഷീബ, വാർഡ് അംഗം സുശീൽ ചന്ദ്രോത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ എ കെ രമ്യ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ കെ പി ആശ എം ബാലൻ, അസീസ് വടക്കുംപാട്, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജി ചോയൻ, വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രേഷ്മ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച മുതിർന്ന കർഷകനായ കെ വി യതീന്ദ്രൻ, മികച്ച വനിതാ കർഷക എം യമുന, മികച്ച ക്ഷീര കർഷക സതി, മികച്ച കൂൺ കർഷകൻ ഗംഗാധരൻ, മികച്ച കർഷക കെ പ്രീത, മികച്ച വിദ്യാർത്ഥി കർഷകൻ എബൈൽ മാത്യു, മികച്ച മത്സ്യ കർഷകൻ പ്രകാശ് ബാബു, മികച്ച കർഷക തൊഴിലാളി നാരായണ നമ്പ്യാർ, കാർഷിക രംഗത്തെ മികച്ച വിദ്യാലയമായ എരഞ്ഞോളി നോർത്ത് LP സ്കൂൾ, കാർഷിക മേഖലയിലെ മികച്ച സഹകരണ സ്ഥാപനമായ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരെ ആദരിച്ചു. 14-ാം തീയതി നടത്തിയ കർഷക മത്സരങ്ങളായ അടിക്കൊട്ടമടയൽ, വല്ലമടയൽ, പ്രശ്നോത്തരി എന്നിവയ്ക്കും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങൾ നടത്തിയ കാർഷിക പ്രശ്നോത്തരി വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. കൃഷി അസിസ്റ്റന്റ് കെ അദീപ് ശങ്കർ നന്ദി പറഞ്ഞു. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇനി കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാൻ ആധുനിക സൗകര്യങ്ങളോടെ ബൈജൂസ് ഗോൾഡ് മീത്തലെ ചമ്പാട് പ്രവർത്തനം ആരംഭിച്ചു. മീത്തലെ ചമ്പാട് ജുമാ മസ്ജിദിന് സമീപം അലീമ ടവറിൽ ഒരുക്കിയ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ നിർവഹിച്ചു. ചെമ്പാട് കേന്ദ്രീകരിച്ച് 4 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബൈജൂസ് ഗോൾഡ് ഉപഭോക്താക്കളുടെ വിശ്വാസവും പിന്തുണയും നേടി മുന്നേറുകയാണ്. കാലാനുസൃതമായി മാറുന്ന ആഭരണ വിപണിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും പുതിയ ഡിസൈനുകളിലും വൈവിധ്യമാർന്ന മോഡലുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരണമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ആധുനിക ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാൻ കഴിയുമെന്നതാണ് ബൈജൂസ് ഗോൾഡിന്റെ പ്രധാന പ്രത്യേകത. വിവാഹാവശ്യങ്ങൾക്കുള്ള ആഭരണങ്ങൾ മുതൽ നിത്യോപയോഗത്തിനും സമ്മാനങ്ങൾക്കുമായി തിരഞ്ഞെടുക്കാവുന്ന വിവിധ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. മീത്തലെ ചമ്പാടിന്റെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുന്നതാണ് പുതിയ ഷോറൂമിന്റെ പ്രവർത്തനാരംഭം. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനവും ഗുണമേന്മയുമുള്ള ആഭരണങ്ങളും ആകർഷകമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ബൈജൂസ് ഗോൾഡ് ഉടമ ബൈജു പറഞ്ഞു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീർ ഇടവലത്ത്, കാവിലേരി മോഹനൻ, കെട്ടിടമുടമ MC റഹീം എന്നിവരടക്കം സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗങ്ങളിലെ നിരവധി പ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.
ജൂബിലി ചിറ്റ്സ് കൂത്തുപറമ്പ് ബ്രാഞ്ച് ചിറ്റ് ഫണ്ട് ഡേ കസ്റ്റമർ മീറ്റ് ആഘോഷിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കൂത്തുപറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ദീപ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും അതിൻ്റെ നിയമാവലി തെറ്റിക്കാതെ മിനിറ്റ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഫയൽ ചെയ്യാനും എല്ലാം അതിൻ്റെ കൃത്യമായ രീതിയിൽ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ് എൻ്റെ അനുഭവം. 10 വർഷമായി കൂത്തുപറമ്പ് ഞാൻ ഓഫീസിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവരെല്ലാം പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. 10 വർഷമായി കൂത്തുപറമ്പ് ഓഫീസ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് എന്ത് ആവശ്യം വന്നാലും പെട്ടെന്ന് സമീപിക്കാൻ വിശ്വാസ്യതയോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി ഇനിയും ജൂബിലി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രമുഖ എഴുത്തുകാരനും ചിത്രകാരനുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആവശ്യങ്ങൾ നിറവേറ്റിയത് പണപ്പയറ്റ് എന്ന ഒരു ഏർപ്പാടിൻ്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടുള്ള പണപ്പയറ്റ് നാട്ടിലെങ്ങാടും ഉണ്ടായിരുന്നത് നമുക്ക് എവിടെയും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പുതിയ കാലഘട്ടം മാറ്റിക്കഴിഞ്ഞു. ഇന്ന് ആ സ്ഥാനത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ചിട്ടി സ്ഥാപനങ്ങളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഗവൺമെൻറ് തലത്തിലുള്ള KSFB കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണമിടപാട് സ്ഥാപനമായി നിലവത്ത് ജൂബിലി ചിട്ടി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ആ മാറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി എനിക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വിശ്വാസ്യതയോടെ ഈ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനും ചിട്ടി ആരംഭിക്കുന്നതിനും ചിട്ടി നടത്തുന്നതിനും ഒക്കെ ജനറൽ മാനേജർ M. രാജൻ അധ്യക്ഷത വഹിച്ചു. GM PV ശിവദാസൻ സ്വാഗതവും ബിസിനസ് മാനേജർ മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തെരുവോര കച്ചവടക്കാരെ നീക്കി പകരം സംവിധാനമൊരുക്കിയത് സ്റ്റേഡിയം പരിസരത്ത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെയും ആർദ്രതയുടേതുമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അധികാരത്തെ ജനസേവനമാക്കി മാറ്റുകയാണ് രാഷ്ട്രീയത്തിന്റെ മഹത്തായ അർത്ഥമെന്നും മുനവർ അലി. കുന്നോത്തുപറമ്പ് LP സ്കൂൾ വിദ്യാർത്ഥികൾ അഭിനയിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. അഭിനയിച്ചത് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള 24ഓളം വിദ്യാർത്ഥികൾ. തലശ്ശേരിയിലെ തൊഴിൽ തട്ടിപ്പിലും ആത്മഹത്യാ പ്രേരണ കേസിലും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് DYFI. പ്രതിഷേധ മാർച്ചുമായി DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.